ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഞാനങ്ങനെ ഫങ്ഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് പോവില്ല. ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ഞാനങ്ങനെ ഒരുപാട് പുറത്തൊന്നും പോകത്തില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് തെറ്റിപ്പോവുമോ, അല്ലെങ്കിൽ എന്നെ അവർ കളിയാക്കുമോ എന്നൊക്കെ വലിയ കൺസേൺ ആണെന്ന് ആളുകൾ, ചിലപ്പോൾ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് നമ്മളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കും. മിക്ക ആളുകളും ഇത് തുറന്നു പറയാതെ മനസ്സിൽ തന്നെ ഒളിപ്പിച്ച് വയ്ക്കുന്ന ഒരു രീതിയുമാണ് നമ്മൾ കാണാറുള്ളത്. ഇവരോട് സംസാരിക്കുമ്പോൾ സെൽഫ് കോൺഫിഡൻസ് വളരെ കുറവുള്ള ആൾക്കാരായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ലോകത്തിലുള്ള എല്ലാവരും മെച്ചപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ ഞാൻ ഒന്നിനും അത്ര മെച്ചമുള്ള ആളൊന്നുമല്ല. എന്നെക്കൊണ്ട് ഒന്നും നേടാൻ സാധിക്കില്ല, എനിക്ക് വലിയ അച്ചീവ്മെൻ്റ് ഒന്നും ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നുള്ള ഒരു സ്വയം അങ്ങനെ വളരെ നിസ്സാരമായിട്ട് എടുക്കുന്ന ഒരു സംസാര രീതി, ചിന്താഗതിയൊക്കെ ഇവരുള്ളതായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേനും മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ നമ്മൾ ഈ മിക്ക ആളുകളെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ നല്ല റെസ്പോൺസിബിൾ ആൾക്കാരായിരിക്കും. അവർ മറ്റുള്ളവർക്ക് യാതൊരുവിധ ദോഷവും വരരുത്, എന്നെക്കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ അവരത് ചെയ്യുന്ന ജോലിയൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുകയും വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റാറുണ്ട്. പക്ഷേ ഇതിനൊന്നും അവർ സ്വയം വില കൊടുക്കുന്നില്ല എന്നുള്ളൊരു മിനിമൈസേഷൻ ടെൻഡൻസി എന്ന് പറയും. ചിന്താഗതിയിൽ നമ്മൾ സ്വയം മിനിമമാണ്, ഒന്നിനും നമ്മളെക്കൊണ്ട് സാധിക്കില്ല എന്നുള്ള രീതിയിൽ നിസ്സാരമായിട്ട് കാണുക. ചുറ്റുമുള്ള എല്ലാ മനുഷ്യർക്കും വളരെയധികം വാല്യൂ കൊടുക്കുക. അവരൊക്കെ അച്ചീവ് ചെയ്യുന്ന ആൾക്കാരാണ്, വളരെ മികച്ചവരാണ് എന്നുള്ള രീതിയിൽ അവരെ പറ്റി കരുതുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആളുകളെ ഈ ഒരു ചിന്താഗതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ വാല്യൂ മനസ്സിലാക്കാനായിട്ട് അവരെ സഹായിക്കാം എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അവരോട് നമുക്ക് ചോദിക്കാം, നിങ്ങൾ അത്ര മികച്ച ആളല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള എവിഡൻസുകൾ പറയുക. എന്തുകൊണ്ട് നിങ്ങൾ മികച്ചതല്ല, അതിനെ ശരിവയ്ക്കുന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ച് പറയാൻ നമുക്ക് പറയാം. അപ്പോൾ പലരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവർ മികച്ചതല്ല എന്ന് ചൂണ്ടിക്കാട്ടാനായിട്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും, എവിഡൻസ് ഒന്നും അവരുടെ പക്കലില്ല എന്നുള്ളതാണ് സത്യം. അതേസമയം നമ്മൾ ചോദിക്കുകയാണ്, ഈ ചിന്താഗതിക്ക് ഇത് ഒരു തെറ്റായ ചിന്താഗതിയാണ്, ഇതിൽ ഒരു കാര്യമില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള എവിഡൻസുകളൊന്നും ചിന്തിച്ച് നോക്കും. പലപ്പോഴും അത് ആദ്യം പറഞ്ഞതിനേക്കാൾ വളരെ കൂടുതലായിരിക്കും. അതായത് ഇവർ റെസ്പോൺസിബിൾ ആണെന്നുള്ളതും ഇവർ മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവർക്ക് ഞാൻ മൂലം ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന നമ്മളൊരു നല്ല ഒരു വ്യക്തി, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലായിരിക്കും യഥാർത്ഥത്തിൽ ഇവരുടെ പ്രവൃത്തിയും ഇവരുടെ രീതികളുമൊക്കെ. അപ്പോൾ അത് ചിന്തിക്കാനായിട്ട് ഇവരെ പ്രേരിപ്പിക്കാം. അത് ചിന്തിക്കുന്നതോടുകൂടെ തന്നെ അവർക്ക് ആ ഒരു സ്വയം വിലയില്ലായ്മ എന്നുള്ള ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കും. നമ്മൾ ഇത് ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്കിത് ശരിയാകണമെന്നില്ല. റിപ്പീറ്റഡ്ലി നമ്മളൊരു ഹാബിറ്റ് പോലെ ആക്കി തീർക്കണം. കാരണം വർഷങ്ങളായിട്ട്, ചിലപ്പോൾ 25-30 ലൈഫ് ലോങ് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. ഇത്രയും വർഷങ്ങൾ ചിന്തിച്ച് പോകുന്നവരുണ്ട്. എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാനൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ച് അടിയുറച്ച വിശ്വാസത്തിൽ പോകുന്നവരുണ്ട്. അപ്പോൾ റിപ്പീറ്റഡ്ലി ഒരു പുതിയ ഹാബിറ്റ് നമുക്ക് ഫോം ചെയ്യാൻ വളരെ ആവർത്തിച്ച് ഈ എവിഡൻസുകൾ ചിന്തിച്ചെടുക്കാനായിട്ട് നമുക്ക് അവരെ പ്രേരിപ്പിക്കാം. ഇത് പലതവണ ചെയ്യുന്നതോടെ പതുക്കെ അവരുടെ ചിന്താഗതിയിലുള്ള ചില മിസ്റ്റേക്കുകളെ മനസ്സിലാക്കുകയും സ്വയം വില കൊടുക്കാനും ആത്മവിശ്വാസത്തോടെ അവർ അവോയ്ഡ് ചെയ്ത സിറ്റുവേഷൻസിനെയൊക്കെ ഫേസ് ചെയ്യാനും അവർക്ക് സാധിക്കും. അതിന് നമുക്ക് അവരെ സഹായിക്കാം.